ഇനി മലയാളത്തിലെ 3 അക്ഷരങ്ങൾ നമുക്ക് പഠിക്കാം. 3 അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ അക്ഷരങ്ങൾ നമ്മൾ സ്കൂളിൽ നിന്നാണ് പഠിക്കുക. പക്ഷേ മദ്രസകളിൽ നിന്ന് നമ്മൾ അറബി മലയാളത്തിലെ 3 അക്ഷരങ്ങൾ ഏകദേശം നമ്മൾ പറയുമ്പോൾ സെയിം അക്ഷരമാണെന്ന് തോന്നിപ്പോകുന്ന ഹലോ 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 ഇങ്ങോട്ട് നോക്ക് സാഹിബേ, ഞാൻ പറയുന്നത് മനസ്സിലാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വർത്താനം പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ല. ഏകദേശം ഒരു 3 അക്ഷരങ്ങളുണ്ട്. ഈ 3 അക്ഷരങ്ങളും കേൾക്കുമ്പോൾ സെയിം ആണെന്ന് തോന്നിപ്പോവും. പക്ഷെ സെയിം അല്ല, ചെറിയ വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് ഉച്ചരിക്കുകയും വേണം. എന്നാൽ സെയിം ഉച്ചാരണമല്ല, ഉച്ചാരണത്തിലും എഴുത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. കേൾക്കുമ്പോൾ ഒരു പക്ഷെ എന്ത് തോന്നിപ്പോകുമോ? 3 ഒരേപോലെയാണ് തോന്നിപ്പോകും. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറയാം, ഡയറി എന്ന് പറയുമ്പോൾ അവിടെ ഡ പറഞ്ഞു. അതേപോലെ പാഠം എന്ന് പറയുമ്പോൾ അവിടെയും ഡ പറഞ്ഞു. പിന്നെ പറഞ്ഞു പാഠം എന്ന് പറയുമ്പോൾ അവിടെയും ഒരു ഡ പറഞ്ഞു. ഇത് 3 ഒരുപോലെയാണ് തോന്നിപ്പോകും. അങ്ങനെ തോന്നണ എന്താ കാരണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ യഥാർത്ഥ ഉച്ചാരണം നമ്മൾ കൊണ്ടുവരാഞ്ഞിട്ടാണ്. യഥാർത്ഥ ഉച്ചാരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇത് ഏതാണ് അക്ഷരം എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അത് അറബി മലയാളത്തിൽ എങ്ങനെ എഴുതും എന്നതിനെ കുറിച്ച് പഠിക്കാം. ഞാൻ പറയട്ടെ, ബോർഡിൽ എഴുതട്ടെ? ഓക്കെ അല്ലേ? നോക്കൂ, ഇത് നമ്മളെല്ലാവരും പഠിച്ച അക്ഷരമാണല്ലോ. ഈ അക്ഷരം എല്ലാവരും നമ്മൾ പഠിച്ചതാണ്. ഇത് ഏതക്ഷരം? ഡ. ഇതില് ഹ ഒന്നും വരാൻ പാടില്ല. ഹലോ, നോർമലി ഡ എന്ന് പറയാം. മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ എഴുതും, മലയാളത്തില് ഡ എന്ന് എഴുതും. ഇംഗ്ലീഷിൽ എസ് ഒക്കെ എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതാറുണ്ട് അല്ലേ? ഇത് ഡ എന്നാണ്, ഡ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിനോടൊപ്പം ഒരു ഹാ ചേർത്തുകൊണ്ട്, എല്ലാവരും കണ്ട് ശ്രദ്ധിക്കുക, ഒരു ഹാവ് കൂടെ ചേർക്കുക. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഡ എന്നതിനോടൊപ്പം ഒരു ഹാ ചേർത്തിട്ട് എങ്ങനെ പറയും? ധ. എന്താ പറയാ? എന്റെ വായിലേക്ക് എല്ലാവരും നോക്കട്ടോ. കണ്ടോ? അങ്ങനെ എഴുതുതോ? ഇത് മലയാളത്തിൽ എഴുതേണ്ടത് നോക്കൂ, ഒരു പൂജ, വലിയൊരു പൂജ ഇങ്ങനെ വരച്ചു കൊടുക്കുക. കണ്ടോ? ഹലോ, കണ്ടോ? മലയാളത്തിൽ എഴുതേണ്ടതോ? നോക്കൂ, ഢ. ഇപ്പൊ നമ്മൾ പാഠം എന്നൊക്കെ പറയുമ്പോ പാഠം, ഢം, ഢ, ഢ, പാഠം. ഒന്ന് പറഞ്ഞു നോക്കി, പാഠം. എന്താ പറയാ? പാഠം. ദാ നോക്കി, പാഠം. അപ്പൊ ഡാന്റെ ഒപ്പം എന്തുണ്ട്? ഹായില്ലേ? നോക്കൂ, ഡ എന്നതിനോടൊപ്പം ഹായില്ലേ? പാഠം. എന്താ പറയാ? ഢം. ഈ അക്ഷരം ഏതാണ്? ധ. ഇനി നമുക്ക് വേറൊരു അക്ഷരം ഉണ്ട്. ഏതക്ഷരം? മലയാളത്തിൽ നമ്മൾ പറയുന്ന വേറൊരു അക്ഷരം ഉണ്ട്, ഡ. ഡ. നാവൊന്ന് മടക്കി പൊടിച്ചിട്ട് ഡ എന്ന് പറയും. ഡ, 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 ഡ. അവിടെ ഹാ ഒന്നും കാണൂല. ഡ. അത് ഏതക്ഷരം എന്നറിയോ? നോക്കൂ, 2 പുള്ളി, റായിന്റെ മുകളിൽ 2 പുള്ളി ഇടും. ഇത് എന്താ പറയാ? ഡ. 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 മലയാളത്തിൽ ഇങ്ങനെ എഴുതും, കണ്ടോ? ഡ. ഡയറി എന്നൊക്കെ പറയുന്ന ഡ. 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 മനസ്സിലായോ? ഡ. ഓക്കെ. ഇപ്പൊ നമ്മൾ സോഡ എന്നൊക്കെ പറയാം, സോഡ. അതേപോലെ തന്നെ ബോർഡ്, കാർഡ്, ഡിവിഷൻ, ഡോക്ടർ, ഡ്രസ് എന്നൊക്കെ പറയുന്നിടത്ത് നമ്മൾ ഈ അക്ഷരമാണ് എഴുതാറ് കേട്ടോ. അപ്പൊ ഇത് 2 ഇത് 3. ഇനി വേറൊരു അക്ഷരം കൂടെ ഇതിലുണ്ട്. ഏതാണെന്നറിയോ? നമ്മൾ ഇതിലൊരു ഹാ ഇട്ടുങ്ങാണ്ട് എഴുതും കേട്ടോ. ഇതെന്താ? ഢ. എന്താണ്? ഢ. അപ്പൊ എങ്ങനെ പറയും? വിഡ്ഢി. നോക്കൂ, വിഡ്ഢി എന്ന് പറയും, മൂഢൻ എന്ന് പറയും,
ആഢ്യൻ എന്ന് പറയും. ഇങ്ങനെയുള്ള വാക്കുകളിലൊക്കെ വരുന്ന അക്ഷരം ഏതാണ്? ഈ അക്ഷരമാണ്. അപ്പൊ ഇത് നാലും നിങ്ങൾ 1-ാം ക്ലാസ്സിലെ കുട്ടികളാണെന്ന് വിചാരിച്ച് ഈ അക്ഷരങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാതെ പോകരുത്. കാരണം ഇങ്ങോട്ട് ശ്രദ്ധിക്കും മോനുസ്, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ 4 അക്ഷരങ്ങളും ഇതിന്റെ വ്യത്യസ്തമായ രീതിയാണ് ഞാൻ പറയുന്നത്. ഇത് മലയാളത്തിൽ എങ്ങനെ എഴുതുന്ന അറിയോ? ഇങ്ങനെ നോക്കൂ, കണ്ടോ? ഇതിങ്ങനെയാണ് എഴുതുക. ഈ 4 അക്ഷരങ്ങൾക്കും 4 പ്രൊണൗൺസിയേഷനാണ്, 4 ഉച്ചാരണമാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് വായിച്ചാണ്. ഇത് ഏതക്ഷരം? ഏതക്ഷരം? ഡ. ഇതിൽ കാറ്റ് വരാൻ പാടില്ല. ഡ. ഇതിലോ? ഢ. ഇതോ? ഡ. 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 ഇതോ? ഢ. ഢ. മനസ്സിലായോ? അക്ഷരങ്ങൾ, മലയാളത്തിലുള്ള അക്ഷരങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഓക്കെ അല്ലേ? തിരിഞ്ഞോ നിങ്ങൾക്ക്? ഇനി ഇത് വെച്ചുകൊണ്ടുള്ള വാക്കുകൾ നമുക്ക് വായിച്ചു നോക്കി വീണ്ടും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഉണ്ടോക്കെ? ഞാൻ ബോർഡിൽ ഒരു വാക്ക് എഴുതാൻ പോവാണ്. ഇപ്പം നമ്മൾ പഠിച്ച അക്ഷരം വെച്ചിട്ട് ബോർഡിൽ ഒരു വാക്ക് എഴുതാൻ വേണ്ടി പോവട്ടെ. നിങ്ങൾ പറയണേ, ഇതേതാ? ഹലോ, ഇതാർക്കാ വായിക്കാൻ കഴിയാ? ഓക്കെ, എന്താ വായിക്കാം? ഡോക്ടർ. ഡോക്ടർ. ഡോ. ഇതെന്താ അക്ഷരം? ഡോ. ഡോ. മലയാളത്തിൽ എഴുതുമ്പോ എങ്ങനെ എഴുതാ നോക്കൂ? മലയാളത്തിൽ എഴുതുമ്പോ ഡോ. 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 ഡ. ഡി. ഡു. ഡയറി. ഡയറി. എങ്ങനെ ഡയറി എന്ന് എഴുതാ നോക്കൂ? ആദ്യം റാ എഴുതി മേലെ 2 കുത്തിട്ട് ഫതഹിട്ട് ഡ. എങ്ങനെ മലയാളത്തിൽ എഴുതാ? ഡ. ഡ. ഡയറി. അതേപോലെ തന്നെ നമുക്ക് സോഡ എന്നെങ്ങനെ എഴുതാ? ആർക്കെങ്കിലും എഴുതാ അറിയോ? സോഡ എന്ന് എങ്ങനെ സോഡ എന്ന് എഴുതാ? ആദ്യം സീൻ എഴുതാ അല്ലേ? സീൻ എഴുതണ്ടേ? ഓക്കെ. സീൻ ഒകാരട്ട്, ഒകാരത്തെ നീട്ടാൻ വാവിട്ട്. അപ്പൊ സോ. ഇനി ഡാന്ന് എങ്ങനെ എഴുതും? ഡ. റായിട്ട്, റായിന്റെ മുകളിൽ 2 പുള്ളി സമാന്തരമായിട്ട് ഫതഹിട്ട് സോഡ. ഇനി ഞാൻ ബോർഡിൽ സോഡ എന്ന് 3 തരത്തിൽ എഴുതിയിട്ട് ഏതാ ശരി നിങ്ങൾ പറയാൻ പറ്റുമോ? സോഡ എന്ന് ഞാൻ ബോർഡിൽ 3 സോഡ എന്ന് കേൾക്കുമ്പോൾ 3 ഒരേപോലെ തോന്നും. പക്ഷെ അതിൽ ഒന്നേ ശരി ഉണ്ടാവുള്ളൂ. ഞാൻ എഴുതട്ടെ? ഓക്കെ അല്ലേ? എല്ലാവർക്കും അറിയോ? നോക്കാം. ഇതൊന്ന്. ഇതെന്താ വായിക്കാ? ഇതെന്താ വായിക്കാ? സോഡ. സോഡ. ഇതെന്താ വായിക്കാ? സോഡ. ഇനി അടുത്ത എഴുതുന്നു. ഇതെന്താ വായിക്കാ? സോഡ. സോഡ. വേറൊന്ന് വായിക്കാണ്. ഏതാണ്? നോക്കൂ. ഇതെന്താ വായിക്കാ? അത് വാവണം കേട്ടോ. ഇവിടെ ഒരു കൊള ഉണ്ടാവും. ഇതെന്താ വായിക്കാ? ഇതിലേതാ ശരി? ഇതാണോ ശരി? ഓക്കെ. എന്താ സുക്കൂൻ? എവിടെ? എവിടെ സുക്കൂനെ? എവിടെ? ഇല്ല. ഇത് സോഡ. ഇത് തെറ്റാണ്. കാരണം ഇത് ഡ എന്നാണ്. സോഡ സാധാരണ നമ്മൾ ഡ എന്ന് എഴുതണ സോഡ. സോഡ എന്ന് പറയുമ്പോൾ ഈ ഡ അല്ല.
ഇതാണ് ശരി. ഇനി ഇത് നോക്കാം. ഇത് സോഡ എന്ന സോഡ ഇതാണോ? ഇതും തെറ്റാണ്, ഇതും തെറ്റ്. ഇതിലേതാ ശരി? സോഡ സോഡ ഇതാണ് ശരി കേട്ടോ. മലയാളത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ. മനസ്സിലായോ?